കഴിഞ്ഞ വീഡിയോയിൽ കേബിൾ കാറിൽ കയറാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളിത് കേബിൾ കാറിൽ കയറിയതും പിന്നെ ഞങ്ങളുടെ കേബിൾ കാർ യാത്രാ വിവരണങ്ങളൊക്കെയാണ് ഇതിൽ കേട്ടോ. ഈ കേബിൾ കാർ 2 കിലോമീറ്ററിൽ കൂടുതലുണ്ട് കേട്ടോ ശരിക്കും യാത്രാ ദൂരം കേട്ടോ. വലിയ മലയും താഴ്വാരങ്ങളും കടന്നാണ് കേബിൾ കാർ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കടന്ന് ചെല്ലുമ്പോൾ ഒരു ഹില്ലിൽ ടൗണ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് മറ്റേ ഒരു അമ്പലമുണ്ട്. അതിനുമായി ചുറ്റപ്പെട്ട് കുറേ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കേബിള് എപ്പോഴും യാത്രക്കാരുണ്ട്, ടൂറിസ്റ്റുകളും പിന്നെ അമ്പലത്തിൽ പോകുന്ന കുറേ തീർത്ഥാടകരൊക്കെ ഉണ്ട്. ഞങ്ങൾ കടന്നു പോകുമ്പോൾ താഴെ കൂടി ഒരു നദി കാണാം. അന്ന് മഴയുണ്ടായിരുന്നതുകൊണ്ട് വെള്ളം കലങ്ങി മറിഞ്ഞാണ് പോയിരുന്നത്. എന്നാലും ഞങ്ങളുടെ യാത്ര സന്തോഷമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കയറിയത് കൊണ്ട് ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പേടിയൊക്കെ മാറി. തമാശ പറഞ്ഞും ചിരിച്ചൊക്കെ ഞങ്ങൾ ആ മലകളും കുന്നുകളെല്ലാം ആസ്വദിച്ച് കടന്നുപോയി. ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും 2 പ്രാവശ്യം കൂടി ഇതിലൊന്ന് കയറണമെന്ന് ആഗ്രഹിച്ചു. അത്ര നല്ല ഒരു യാത്രയായിരുന്നു കേട്ടോ. കേബിൾ കാറിൽ കയറാനായിട്ട് ഒരു പ്രാവശ്യം കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കയറാൻ തോന്നും. നന്നായിരുന്നു. ഞങ്ങൾ അങ്ങ് ആ മലയുടെ അറ്റത്തുനിന്നാണ് പോകുന്നത് കേട്ടോ. ആ റോപ്പ് വേയിൽ കയറി കേബിൾ കാറിൽ കയറി ഞങ്ങൾ ഇവിടെ എത്തി. ഇപ്പുറത്ത് ഒരു വലിയൊരു കുന്നാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും നല്ല പൊക്കമുള്ളൊരു ഹൈറ്റുള്ളൊരു മലയാണ്. അവിടെ നിന്ന് കയറി ഞങ്ങളിവിടെ എത്തി. ഇവിടെ വന്നൊരു ചായ കുടിച്ചു. അതെ, അവിടെ ചായ കുടിച്ച സ്ഥലത്തുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു ഹട്ടാണ് കേട്ടോ. ഒരു ഫ്ലവറും ഒക്കെ ഉള്ളത് കേട്ടോ. നല്ലൊരു ആംബിയൻസാണ് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.